നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 സ്വാഗതം. ഇന്ത്യ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സജീവമാവുകയാണ്. സംവാദങ്ങൾ കൊഴുക്കുന്നു. നേതാക്കളുടെ ഇതുവരെയുള്ള പ്രവൃത്തിയും ഇപ്പോഴത്തെ വാക്കും വിശകലനം ചെയ്യുകയാണ് ജനം. ഏതിനായിരിക്കും വെയിറ്റേജ് ലഭിക്കുക? കാത്തിരുന്ന് കാണാം. സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024. ഇന്ന് നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റായി ചേരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരൂപകൻ. ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ MM സുബൈർ. ഇരുവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്, ഒപ്പം പ്രേക്ഷകർക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാലക്കുടി മണ്ഡലത്തെക്കുറിച്ചാണ്. UDFിൻ്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം. ഇടയ്ക്ക് കൈവിട്ടുവെങ്കിലും അതൊക്കെ കോൺഗ്രസിൻ്റെ തമ്മിൽ തല്ല് കാരണമാണ് എന്ന വിലയിരുത്തലാണ് പൊതുവിൽ വരുന്നത്. ഇപ്പോഴത്തെ ചിത്രം എങ്ങനെ, ആർക്കനുകൂലം? പരിശോധിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മൾ ചാലക്കുടിയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് പറയാം നമുക്ക്, അല്ലേ? UDFിൻ്റെ അതിനേക്കാളും കോൺഗ്രസിൻ്റെ കോട്ട എന്ന് പറയാം. കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽപ്പെട്ട ഒന്നാണ് ചാലക്കുടി. എറണാകുളം തുല്യ നിലയിൽ തന്നെ കോൺഗ്രസ് മേധാവിത്വമുള്ള പ്രദേശമാണ്. പഴയ കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശം നേരത്തെ മൂന്നപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്നും ഒരു കോൺഗ്രസിൻ്റെ കേന്ദ്രമായിരുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമേ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയുള്ളൂ. 1957 TCM മേനോൻ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു. പിന്നീട് വളരെ കാലത്തേക്ക് ആ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. 1980 ബാലാനന്ദൻ വീണ്ടും ജയിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം LDFിലായിരുന്നു. പിന്നീട് ലോനപ്പന്നമ്പാടൻ വിജയിച്ചു 2004. അന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഈ പൊന്നാനി ഒഴിച്ച് ബാക്കി 19 ജയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നീട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലാണ് അന്ന് നമ്മുടെ PC ചാക്കോ പരാജയപ്പെട്ടു. സിനിമാറിന് ഇന്നസെൻ്റ് വിജയിച്ചു. അത് വേറെ പല കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ടായിരുന്നു. പ്രധാനമായിട്ടും കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും യോജിച്ച് ചാക്കോയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റ് ചെറിയ ഘടകങ്ങളുണ്ടായിരുന്നു. BJPയുടെ വോട്ട് വർദ്ധിച്ചു, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിച്ചു, കുറേ വോട്ട് പിടിച്ചു. അങ്ങനെ പല ഘടകങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇന്നസെൻറ്റിന് ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഈ മൂന്നപുരത്തെ അപേക്ഷിച്ച് ചാലക്കുടിക്കുള്ളൊരു വ്യത്യാസം, മൂന്നപുരത്തിനുണ്ടായിരുന്നേക്കാൾ കൂടുതൽ കോൺഗ്രസ് സ്വഭാവമുള്ള പ്രദേശങ്ങളാണ് ചാലക്കുടിയിലുള്ളത്. മൂന്നപുരത്തിൻ്റെ ഭാഗപരിധി ഇരിങ്ങാലക്കുട സെഗ്മെൻറ്റ്, അത് തൃശ്ശൂർക്ക് പോയി. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം വർദ്ധിച്ചു. നേരെ മറിച്ച് ചാലക്കുടി മുമ്പ് മൂന്നപുരത്തിൻ്റെ ഭാഗം വരുന്ന വടക്കേക്കര മണ്ഡലം CPMന് പ്രാമുഖ്യമുള്ളൊരു പ്രദേശമായിരുന്നു. അതിൽ തന്നെ ഗണ്യമായൊരു ഭാഗം പറവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വടക്കേക്കര മണ്ഡലം ഇല്ലാണ്ടായി. അതിൽ CPMകാർ കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ പറവൂർ മണ്ഡലത്തിലായിട്ട് മാറി. അപ്പോൾ അത് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പോയി. പിന്നെ അത് കൂടുതലായിട്ട് ആലുവ മണ്ഡലം കൂടി ചേർന്നു. ആലുവ കോൺഗ്രസിൻ്റെ കോട്ടയാണ്. പിന്നെ കുന്നത്തുകാട് മണ്ഡലം കൂടി ചേർന്നു. അങ്ങനെ ഈ ചാലക്കുടി മണ്ഡലത്തിന് 4 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഇപ്പോൾ എറണാകുളം ജില്ലയിലും ബാക്കി 3 തൃശ്ശൂർ ജില്ലയിലും. അപ്പോൾ ഞാൻ ഈ ചരിത്രമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ രവീന്ദ്രനാഥ്, അതായത് പഴയ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിനെ രംഗത്തിറക്കി CPM ഒരു പോരാട്ടം നടത്തിയാൽ അത് LDFിന് അനുകൂലമാകില്ലേ? രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ LDFിന് അപ്പർ ഹാൻഡുള്ള ഒരൊറ്റ അസംബ്ലി സെഗ്മെൻറ്റേ ഉള്ളൂ. അത് കയ്പമംഗലമാണ്. കയ്പമംഗലത്തിൽ എന്ത് തന്നെ വന്നാലും LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യും. പഴയ കൊടുങ്ങല്ലൂർ ആണ് ഇപ്പോഴത്തെ കയ്പമംഗലം. പഴയ മാളയാണ് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ. പിന്നെ ചാലക്കുടിയാണ്. പിന്നെ എറണാകുളം ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട്, ആലുവ, ഇതെല്ലാം കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ പിന്നെ കുന്നത്തുനാട്ടിൽ 2020 അങ്ങനെ ചെറിയ സ്വല്ലകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവരുടെ ഒരു അപ്രമാദിത്വത്തെ മറികടക്കാൻ പറ്റിയതല്ല. പിന്നെ ബെന്നി ബെഹനാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം യാതൊരു പ്രചരണവും കൂടാതെ ജയിച്ചു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. വളരെ ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നിട്ടും കാര്യമായ പ്രവർത്തനവും നടത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. യാതൊരു പ്രചരണം ഉണ്ടായില്ല. എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഇന്നസെൻറ്റിൻ്റെ 11 തരം നോട്ടീസ് കിട്ടി. മാർസിശ്ശേരി ഇൻറ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്തു. 11 തരം, ഒരു നോട്ടീസിൻ്റെ 11 കോപ്പിയല്ല, 11 തരത്തിലുള്ള നോട്ടീസുകൾ കിട്ടി. AN രാധാകൃഷ്ണനായിരുന്നു BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ 5 തരത്തിലുള്ള നോട്ടീസ് കിട്ടി. ബെന്നി ബെഹനാൻ്റെ ഒരു നോട്ടീസാണ് ആകെ കിട്ടിയത്. അത് തന്നെ ഈ കാശിന് വിതരണം ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ കൊടുത്തത്. അങ്ങനെയുള്ള പ്രചരണം മാത്രമേ ഉള്ളൂ. ഒറ്റ മതിലിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിരുന്നില്ല, ഒരു പോസ്റ്റ് പോലും ഒട്ടിച്ചിരുന്നില്ല. അതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. 1,60,000 വോട്ടോ, വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. അത് ആ മണ്ഡലത്തിൻ്റെ ഒരു കോൺഗ്രസ് സ്വഭാവമാണ് അതിൻ്റെ ഒരു കാരണം. പിന്നെ ബെന്നി ബെഹനാൻ നല്ലൊരു കാൻഡിഡേറ്റാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ടും
ആളുകൾ വെറുപ്പിച്ചിട്ടില്ല. മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടിയെത്തുന്നുണ്ട്. സിനിമാ താരം ഇപ്പം ഇന്നസെന്റിന്റെ ഒരു അവരെ ആ മണ്ഡലത്തിലെ സിനിമാ താരങ്ങളാണ് ഒന്നുകൂടി നല്ലത് പാർട്ടിക്കാരെക്കാൾ. കാരണം സിനിമാ താരം എന്നുള്ള ഒരു പരിവേഷം ഉള്ളതുകൊണ്ട്. ഇന്നസെന്റ് ജയിച്ചത് ഇന്നസെന്റിന് ചെറിയ തോതിൽ ഈ ഒരു സംഗതി കിട്ടി. ഇന്നസെന്റിന് ഒരു സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്വീകാര്യതയുണ്ട്. എല്ലാ വീട്ടിലും അദ്ദേഹം സുപരിചിതനാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അവിടെ സംഭവിച്ചത് PC ചാക്കോയ്ക്ക് മൊത്തം കോൺഗ്രസ്സുകാരെതിരായിരുന്നു. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമത് തന്നെ ചാക്കോയുടെ സംസാരവും പെരുമാറ്റമൊക്കെ ആളുകളെ ഒന്ന് വികർഷിക്കുന്നതാണ്. രണ്ടാമത് KP ധനപാലനെ മാറ്റി ആ സീറ്റ് പിടിച്ചു പറിച്ചെടുത്ത് വരികയത്. അപ്പോൾ ഒരുമാതിരി കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇത് വലിയൊരു മതിപ്പില്ലായ്മ ഉണ്ടാക്കാനായിട്ട് കാര്യം. പിന്നെ എല്ലാ ഗ്രൂപ്പുകളും അദ്ദേഹത്തിനെതിരായിട്ട് ചോദിച്ചു. I ഗ്രൂപ്പ്, A ഗ്രൂപ്പ്, അല്ല ഈ ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ്. CPM ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. കാരണം അവർക്ക് ഇവിടെ 2-3 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള അവരുടെ അംഗീകാരം അടക്കം നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ചാലക്കുടി പിടിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും ജയിക്കാവുന്ന സീറ്റുകൾ വേറെ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്തതായിരിക്കും ചാലക്കുടി പിടിക്കുന്നേക്കാളും പ്രായോഗികം. അന്ന് ഇന്നസെന്റ് ജയിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇന്നസെന്റിനെ തന്നെ നിർത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ലോനപ്പ നമ്പാടൻ ജയിച്ചതുപോലെ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്പാടൻ ജയിച്ചത്. പക്ഷേ കരുണാകരനെയും പനമ്പള്ളി ഗോവിന്ദമേനോനെയൊക്കെ ജയിപ്പിച്ച അതെ, പനമ്പള്ളി ഗോവിന്ദൻ PC ചാക്കോയെ തന്നെ പണ്ട് ജയിപ്പിച്ചിട്ടുണ്ട്. PC ചാക്കോ ജയിച്ചിട്ടുണ്ട്, SC ജോസ് ജയിച്ചിട്ടുണ്ട്. സാവിത്രി ലക്ഷ്മൺ എത്രയോ വർഷം കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് സാവിത്രി ലക്ഷ്മൺ. അല്ല, കേരളത്തിലെ എല്ലാ സീറ്റിലും ഇവർ തോൽക്കുമ്പോൾ, കോൺഗ്രസ് മുന്നണി തോൽക്കുമ്പോഴും മൂന്നപുരത്ത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ജയിച്ചു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. പിന്നെ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമാണ് മറ്റതിനേക്കാൾ. ഉമ്മൻചാണ്ടിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടല്ലോ, ആ വ്യക്തിപ്രഭാവത്തിൽ നിന്ന് വന്ന ആളാണല്ലോ ഈ ബെന്നി ബെഹനാൻ. അപ്പോൾ ആ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ പിന്തുണ ബെന്നി ബെഹനാന് കിട്ടത്തില്ല. അല്ല, സ്വാഭാവികമായും അങ്ങനെയുള്ള ചില ഘടകങ്ങൾ വലിയ കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രാഭവത്തിലാണ് പുള്ളി വന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ ഒരു MP എന്നുള്ള നിലയ്ക്ക് മതിപ്പുണ്ടാക്കിയ ഒരാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. BJP ഏതെങ്കിലും തരത്തിലൊരു കത്തോലിക്ക കത്തോലിക്ക സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കാര്യമില്ല. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കുറേ BJPക്കാരുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വോട്ടോ കിട്ടാം. അതല്ലാതെ വലിയ അത്ഭുതമൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് സുരേഷ് ഗോപിയുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി ഉണ്ടാവാൻ സാധ്യത കുറവല്ല. എൻ്റെ ആദർശം പോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും, 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം വോട്ട് പിടിക്കും, അതിൽ കൂടുതലൊന്നും. പക്ഷെ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നൊരു വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണല്ലോ. ഇന്ന മണ്ഡലങ്ങൾ പിന്നെ UDFനാണ്, LDFന് 3 ഇങ്ങനെയൊക്കെയുള്ള അസംബ്ലി സെഗ്മെന്റ് വെച്ചിട്ടുള്ളത്. അല്ല, അസംബ്ലി സെഗ്മെന്റ് ഇതേപോലെ റിഫ്ലക്ട് ചെയ്തുള്ളതില്ല. അപ്പോൾ അസംബ്ലിയിൽ തന്നെ ചാലക്കുടിയിലാണ് കോൺഗ്രസിന് ഒരു ആശ്വാസ ജയം ഉണ്ടായത്. തൃശ്ശൂർ ജില്ല കംപ്ലീറ്റ് കോൺഗ്രസിൻ്റേത് പോയല്ലോ. അങ്കമാലിയിൽ പെരുമ്പാവൂർ 2 സ്ഥലത്തും ആലുവയിലും കോൺഗ്രസ് MLA-മാരാണ്. ചാലക്കുടിയിൽ കോൺഗ്രസ് ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ CPM ശ്രമിച്ചു. CPM തീർച്ചയായിട്ടും ശ്രമം നടത്തും. CPM-ന് പല സൗകര്യങ്ങളുണ്ട്. ഒന്നാമത് കേഡറുകൾ ശക്തമായിട്ട് എല്ലാ സ്ഥലത്തുണ്ട്. കോൺഗ്രസിനെ അപേക്ഷിച്ച് നന്നായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് മെഷീനറി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, തോറ്റുപോയ 1,60,000 വോട്ടിന് തോറ്റപ്പോൾ പോലും 11 തരത്തിലുള്ള നോട്ടീസ് അടിപ്പിച്ച് വിതരണം ചെയ്തു. വീട് വീഴാൻ തരം ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ലെന്ന് മാത്രം. ഈ പ്രവർത്തനത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ത്രട്ടായി മാറുമെന്ന് തോന്നിയപ്പോൾ കായികമായി പോലും നേരിട്ടു, പല രീതിയിൽ തടയാൻ നോക്കി. ഈ 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ 2020ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ഒന്നും ഫലപ്രദമായില്ല. അപ്പോൾ പിന്നെ ലോക്സഭയിലെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് ഒരു ചലനം ഉണ്ടാക്കാനും നിയമസഭയിൽ 1-2 മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ഇവരുണ്ടാക്കുന്ന ആഘാതം കൊണ്ട് ഏതെങ്കിലും ജയിക്കാവുന്ന സ്ഥാനാർത്ഥി തോക്കാവുന്ന സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. അപ്പോൾ കോതമംഗലം മണ്ഡലത്തിൽ 2020യുടെ സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ടാണ് UDF തോറ്റുപോയത്. നേരെ മറിച്ച് മൂവാറ്റുപുഴയിൽ 2020യുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് കൊണ്ടാണ് LDF തോറ്റുപോയത്. കുന്നത്തുനാട് അവരുടെ സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിച്ചുകൊണ്ടാണ് ശ്രീനിജ ജയിച്ചതും സജീന്ദ്രൻ തോറ്റതും. പെരുമ്പാവൂരും അവരുടെ സ്ഥാനാർത്ഥി നല്ലപോലെ വോട്ട് പിടിച്ചു. പക്ഷേ എന്നിട്ട് പോലും ചെറിയ വ്യത്യാസത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. കാരണം ഇതിനേക്കാൾ വലിയ കാലുവാരലായിരുന്നു LDF സ്ഥാനാർത്ഥി LDFകാർ തന്നെ കാലുവാരിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജയിച്ചു തന്നെ. അപ്പോൾ ഇങ്ങനെ പല സമയത്ത് പല രീതിയിലാണ് വർക്കൗട്ട് ആവും. ഇതിപ്പോൾ ബെന്നി ബെഹനാൻ അല്ല എങ്കിൽ
മറ്റേതെങ്കിലും ഒരു പേര് അവിടെ റീപ്ലേസ് ചെയ്യാനുണ്ടോ? ബെന്നി ബെഹനാൻ അല്ലെങ്കിലും അവിടെ മത്സരിക്കാനും ജയിക്കാനൊക്കെ പറ്റിയ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ബെന്നി ബെഹനാൻ മാറുന്ന പ്രശ്നമില്ല, അത് ഒരു തവണയേ ആയിട്ടുള്ളൂ. പിന്നെ കോൺഗ്രസ് പരമാവധി കോൺഗ്രസ്സുകാർ ഒരിക്കലും സാധാരണയിൽ ഒരാളെ മാറ്റില്ല. കാരണം ഒരു ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക എന്നുള്ളത് സാധാരണയിൽ അവരുടെ ഒരു രീതിയല്ല. ഈ മണ്ഡലത്തിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ദേശീയ വിഷയം ഏതെങ്കിലും തരത്തിൽ അവിടെ ചർച്ച അവിടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നുള്ള ചോദ്യം തന്നെ പ്രധാനമായിട്ട് വരും. അല്ല, ഈ ക്രൈസ്തവ സമൂഹത്തെ BJP ഇപ്പോൾ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്വാധീനം ക്രൈസ്തവ സമുദായത്തിന് അവർ പരമാവധി പ്രീണിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. കാരണം ക്രൈസ്തവരോളം തന്നെ അതിനേക്കാൾ കൂടുതൽ ഹിന്ദുക്കളും ഒട്ടും കുറവല്ലാത്ത രീതിയിൽ മുസ്ലിങ്ങളും ഉള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി. അതൊരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്കുള്ള മണ്ഡലമാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഏറ്റവും നല്ല മണ്ഡലം ചാലക്കുടിയാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ്, വിമാനത്താവളമുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിന് 7 മണ്ഡലത്തിലേക്കും ഏറെക്കുറെ തുല്യ ദൂരമാണ്. എല്ലാ സമുദായക്കാരും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി നിന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടാവില്ല. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് LDF ദോഷം ചെയ്യുള്ളൂ. LDF ദോഷം ചെയ്യും. കാരണം LDF അടിസ്ഥാന വോട്ടുകളായിരിക്കും BJP കൂടുതലായിട്ട് പിടിക്കുക. ഹിന്ദു വോട്ട് കോൺഗ്രസ് UDF വോട്ടുകളായിരിക്കില്ല. അല്ല, UDF പിടിക്കാവുന്നതിൻ്റെ പരമാവധി BJP പിടിച്ചു കഴിഞ്ഞു. അത് ശരി. പിടിക്കാവുന്നതിൻ്റെ മാക്സിമം ഉണ്ടല്ലോ, അത് പിടിച്ചു കഴിഞ്ഞു. ഈ ക്രിസ്ത്യൻ സത്യത്തിൽ BJP കണ്ടമാനം വോട്ട് പിടിച്ചുകൊണ്ടാണ് അന്ന് PC ചാക്കോ തോറ്റുപോയത്. PC ചാക്കോയുടെ പരാജയത്തിൻ്റെ ഒരു കാരണം BJPയുടെ വോട്ട് വല്ലാതെ കൂടി. കേന്ദ്രത്തിലൊക്കെ തെരഞ്ഞെടുപ്പാണ്, മോഡിയുടെ തെരഞ്ഞെടുപ്പാണ് എന്ന് വന്നപ്പോൾ BJPയുടെ വോട്ട് വർദ്ധിച്ചു. അപ്പോൾ ആ വോട്ട് പോയത് കോൺഗ്രസിൻ്റെയാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശം BDJS ഉണ്ടാക്കിയതിന് ശേഷമുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈഴവർക്ക് BJPക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു വിഷമം മാറി. അതിനു മുമ്പ് ആന്തരികമായ ഒരു ആകാലം ഉണ്ടായിരുന്നു. മുമ്പ് കോൺഗ്രസ്സുകാരായിരുന്ന ഈഴവരുണ്ടല്ലോ, അതായത് കുറച്ച് ജീവിക്കാൻ മാർഗമുള്ള ആളുകൾ, അവരൊക്കെ തന്നെ കോൺഗ്രസിനെ ഡൈവേഴ്സ് ചെയ്തു, BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ആ ഭാഗത്ത് ഞങ്ങളുടെ മധ്യ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം. പൊളിറ്റിക്കൽ ഇപ്പം ദേശീയ തലത്തിൽ തന്നെ BJPയുടെ ക്യാമ്പയിൻ മോദി ഗ്യാരണ്ടി എന്നുള്ള മോദി ഗ്യാരണ്ടി, OBC കാർഡ് അടക്കമുണ്ട്. അതെ, അതടക്കം ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയും ആ ഒരു മോദി ഗ്യാരണ്ടി പ്രഖ്യാപനം ഇവിടെയും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അത് എത്ര ഉണ്ടാവും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ BDJS ഉണ്ടാക്കിയതിന് ശേഷമുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് വല്ലാതെ വർദ്ധിച്ചു. BJPയുടെ വോട്ട് വർദ്ധിച്ചുകൊണ്ടാണ് ഈ ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ തോറ്റുപോയി 2 തവണ. അതെ, അതിൻ്റെ ഒരു ഇതിപ്പോൾ പ്രകടമായ ഉദാഹരണം അതായിരുന്നു. ബെന്നി ബെഹനാൻ മത്സരരംഗത്ത് നിന്ന് മാറുമോ അല്ലെങ്കിൽ മാറ്റുമോ എന്ന് ചോദിക്കാൻ കാര്യം KPCCയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമായിട്ടുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളാണ്. വാട്സാപ്പ് പുനഃസംഘടന തുടങ്ങിയ പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാധിക്കില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ അത് ബാധിക്കില്ല. പിന്നെ പുള്ളിക്ക് പണം ചെലവഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളല്ല. കാശിന് അടൂർ പ്രകാശിനെ പറ്റി, KC വേണുഗോപാലിനെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകം. ഫണ്ട് റൈസറാണ് ഉമ്മൻചാണ്ടി സമയത്ത് തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫൈനാൻസ് നോക്കിയിരുന്ന ആൾ പുള്ളിയാണ്. ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയുണ്ടാക്കാൻ ജോസ് കെ മാണിയുടെ ഇടത് പ്രവേശനം വഴിയൊരുക്കുമോ ചാലക്കുടിയിൽ എന്തെങ്കിലും? അങ്ങനെ ജോസ് കെ മാണി വന്നാൽ മാറുന്ന വോട്ടുകൾ പാലാ ഭരണങ്ങാനം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗത്തേ ഉള്ളൂ. അത് ചാലക്കുടിയിലില്ല. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടെന്നുള്ളത് ശരിയാണ്. അത് ഒരു പരിധിവരെ ചാലക്കുടിയിൽ കാണാം. പക്ഷേ ഈ അവിടുത്തെ ഒരു പ്രത്യേകത വേറെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് അതിനകത്ത് ഈ സീറോ മലബാർ സഭയ്ക്കകത്ത് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണിത്. എറണാകുളം അങ്കമാലി അതിരൂപതക്കാരാണ് കർദിനാളിനെതിരെ വാളെടുത്ത് നിൽക്കുന്നത്. അവർ മറ്റെല്ലാ സ്ഥലത്തും പയറ്റുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, അതിന് നേരെ വിപരീതമായ പൊളിറ്റിക്സാണ് അവിടെ പയറ്റുന്നത്. ഇപ്പോൾ ഈ കത്തോലിക്ക സഭയിലുണ്ടായിട്ടുള്ള മാറ്റം, നേരത്തെ ചോദ്യത്തിന് ഉത്തരം, അത് പാലായിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഏറ്റുമാനൂരൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. ചാലക്കുടിയിൽ അതിന് വിപരീതമായ വേറൊരു ചിന്താഗതിയാണുള്ളത്. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. തൃക്കാക്കരയിൽ ഇവർ ഒരു കത്തോലിക്കനായ സ്ഥാനാർത്ഥിയെ പള്ളിക്കാരുടെ ആശുപത്രിയിൽ വെച്ച് പ്രഖ്യാപിച്ചു. പക്ഷേ അതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് തീർന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളും ഒട്ടും കുറവല്ലാത്ത രീതിയിൽ മുസ്ലിങ്ങളും ഉള്ള ഏരിയയാണ് തൃക്കാക്കര. അതിൽ തന്നെ സുറിയാനിക്കാരേക്കാൾ കൂടുതൽ ലത്തീൻകാരുണ്ട്. സുറിയാനിക്കാരിൽ തന്നെ ഇയാൾ കർദിനാളിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു കിംവദന്തി പടർന്നു പിടിക്കുകയും അവിടെ 11 പള്ളികളുള്ളത്, 11-ൽ 9 പള്ളിയിലെ വികാരിമാരും വളരെ വ്യക്തമായിട്ട് ഉമാ തോമസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അതിലൊരു പ്രധാനപ്പെട്ട പള്ളി വികാരി വീട് വീടാന്തരം കയറി എല്ലാ വീട്ടിലേക്ക് പോയിട്ട് ക്രിസ്ത്യാനികളോട് പറഞ്ഞു ഒരു കാരണവശാലും മറ്റാൾക്ക് വോട്ട് ചെയ്യരുത്, നമ്മുടെ സ്ഥാനാർത്ഥി ഉമാ തോമസാണ്.
ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഈ ഉപവിഭാഗങ്ങൾ ഉപവിഭാഗങ്ങൾ അവരെ കൊണ്ടുനടക്കൽ എളുപ്പമല്ല, ഒരുമിച്ച് കൊണ്ടുവരാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഭയങ്കരമായ സംഘർഷം നിലനിൽക്കുന്ന ഏരിയയാണ്. ഈ കുർബാന ആൾക്കാരൊക്കെ അഭിമുഖമായിട്ട് ചെയ്യണോ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ചെയ്യണോ എന്നുള്ളത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിഷയമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി തോപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പമുണ്ട്. ഇയാൾ കർദിനാളിൻ്റെ ആളെന്ന് പറഞ്ഞാൽ കർദിനാൾ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെ, കർദിനാളിൻ്റെ കൈവപ്പുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പോക്കാണ്. വേറൊന്ന്, അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ BJP ചിന്തിക്കുന്നുണ്ട് അനിൽ ആൻ്റണിയെ അവിടെ മത്സരിപ്പിച്ചാലോ എന്ന്? അങ്ങനെ മുതിരുമോ അവർ? അനിൽ ആൻ്റണി ഒന്നും അനിൽ ആൻ്റണി മത്സരിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അനിൽ ആൻ്റണി മത്സരിച്ചാലൊന്നും ചാലക്കുടിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നാമത് അനിൽ ആൻ്റണിയെ തന്നെ ആളുകൾ ഒരു ലോഫിംഗ് സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. രണ്ടാമത് ആൻ്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല, കേരളീയർക്ക്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരാൾ സ്വന്തം നിലയ്ക്ക് ഒരു ക്രൈസ്തവൻ BJPയിൽ ചേർന്ന പോലെയല്ല. ഇപ്പോൾ PJ തോമസ് അല്ലെങ്കിൽ ജോർജ് കുര്യൻ അല്ലെങ്കിൽ പഴയ റേച്ചൽ മത്തായി അവരൊക്കെ BJPക്കാരായിട്ട് വന്നവരാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇത് AK ആൻ്റണി എന്ന് പറഞ്ഞ നേതാവിൻ്റെ മകനായിട്ട് ഇത്ര നാളും ഇങ്ങനെ നടന്നതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മാനസാന്തരം ഉണ്ടായി ഹല്ലേലൂയ വിളിച്ച് BJPയിൽ ചേർന്ന് പറഞ്ഞാൽ ആളുകൾ ആ രീതിയിൽ അംഗീകരിക്കില്ല. BJPയുടെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആൻ്റണി ചേർത്തിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്, അതിൻ്റെ നേട്ടങ്ങളുണ്ട്. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ AK ആൻ്റണി തീരെ കൈക്കൂലിയില്ലാത്ത അഴിമതിക്കാരനല്ലാത്തൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ BJP ചേർന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടുനടക്കാം. കേരളത്തിന് പുറത്തുനിന്ന് കാണുന്ന കാഴ്ച ഞാൻ പറഞ്ഞ ലോക്കലായിട്ടുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. അവർ കാണുന്ന ആൻ്റണി, വടക്കേന്ത്യക്കാർ കാണുന്ന ആൻ്റണി അല്ല. അതെ അതെ. കേരളത്തിൽ അപ്പോൾ അനിൽ ആൻ്റണിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും? കേരളത്തിൽ അനിൽ ആൻ്റണിക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റില്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിനിടയിലും കുറേ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബെന്നി ബെഹനാനെ ബാധിക്കുമോ? അല്ല, ബെന്നി ബെഹനാൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഏത് കാലത്തും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവും പ്രയോക്താവുമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് A ഗ്രൂപ്പിൻ്റെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നുമില്ല, എത്രയോ തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ A ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്ന ജോലി ഇദ്ദേഹത്തിനായിരുന്നു. M ലിജുവും വിഷ്ണുദാസും തമ്മിൽ നടന്ന മത്സരം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വക്കീൽ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഈ മത്സരവേദി. അവിടെ ജോസഫ് വാഴക്കനാണ് ലിജുവിൻ്റെ ഇലക്ഷൻ മാനേജർ, ബെന്നി ബെഹനാനാണ് മറ്റേ വിഷ്ണുദാസിൻ്റെ. ആ വലിയ ഫൈറ്റായിരുന്നു. അപ്പോൾ ഈ ആളുകളെ അവിടെ നിന്ന് അടർത്തിയെടുക്കലും പിടിച്ചു മാറ്റലും ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കഴിഞ്ഞ അവസാനം വിഷ്ണുദാസും ജയിച്ചു, ലിജു തോറ്റു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് മാനേജർ കൂടിയാണ് പുള്ളി. A ഗ്രൂപ്പുമായിട്ട് ഹൈക്കോടതി പോകുമെന്ന് പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ്. അതെ അതെ, ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള പല പരിപാടികളും ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അല്ല, A ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു പറയത്തക്ക ഒരു ലീഡർഷിപ്പ് ഇല്ല. പക്ഷേ അവരിൽ തന്നെ ഒരു പ്രമുഖ നേതാവാണ് ഈ ബെന്നി ബെഹനാൻ. പക്ഷെ പുള്ളി അതിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെയോ ചേരിതിരിവുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, A ഗ്രൂപ്പിനകത്ത് A ഗ്രൂപ്പിൻ്റെ ആ ഒരു ജൈവ സ്വഭാവം നഷ്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു ഐക്യം കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനകത്ത് ഐക്യമൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതൊക്കെ പൈസ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഇത്തവണയും ബെന്നിക്ക് അനുകൂലമായിട്ട് വരുമോ? ബെന്നിക്ക് അതിനൊക്കെ മറികടക്കാനുള്ള പല വിദ്യകളും. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടായാലും അടൂർ പ്രകാശിനെ ഒന്നും ബാധിക്കില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ വരാഹൻ കയ്യിലുള്ളത് കൊണ്ട് അതൊരു ഘടകമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള കരുത്തനായ KC വേണുഗോപാലിനെതിരെ ബെന്നി ബെഹനാൻ എന്ന തരത്തിലും ചില പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അല്ല, KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ കളികൾ മാത്രമാണ്. അതിലൊക്കെ പല കളികളും ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഈ MK രാഘവൻ എഫക്റ്റ് പോലെ. അതെ, MK രാഘവൻ കുറെ കൂടി പേഴ്സണലാണ്, രാഷ്ട്രീയത്തെക്കാൾ ഉപരി. ഇത് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും വളരെ ശക്തമായ നിലയിലാണ്. ആ മണ്ഡലത്തിൽ തന്നെ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ. അതെ 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 അല്ലേ, അത് അങ്ങനെയാണോ ബെന്നിയുടെ ആ ഒരു പ്രവർത്തനം? അതെ അതെ അതെ, ബെന്നി വ്യക്തിപരമായിട്ട് നമ്മളെയൊക്കെ എല്ലാ ആൾക്കാരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് പുള്ളി. മാർക്സിസ്റ്റുകാരായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാവരായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ വളരെ ശക്തമായ സ്ട്രോങ് വിക്കറ്റിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് വെച്ച് നമ്മളൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ബെന്നി ബെഹനാനെ തോൽപ്പിക്കാൻ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. CPM കുറച്ചുകൂടി നല്ല മണ്ഡലത്തിൽ പോയി നന്നായിട്ട് ഫൈറ്റ് ചെയ്യണത് കുറച്ചുകൂടി നല്ല. അപ്പോൾ CPM ഒരു പ്രതീക്ഷയും വേണ്ട എന്നുള്ള ഒരു മണ്ഡലം, പറയത്തക്ക പ്രതീക്ഷ ഒന്നും വേണം. പിന്നെ ഘടകങ്ങൾ അനുകൂലമായിട്ട് കറങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ അതൊരു വലിയ പക്ഷയാണ്. എന്നാലും
അല്ല, കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ ഡൽഹിയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് ശരിയാണ്. മറിച്ചൊരു ചിന്ത കഴിഞ്ഞ അവിടുത്തെ പോലത്തെ ഒരു വികാരം ഉണ്ടാവില്ല. കഴിഞ്ഞ അവിടെ ശബരിമല ഉണ്ടായിരുന്നു, ഇത്തവണ അതില്ല. പിന്നെ കഴിഞ്ഞ അവിടെ രാഹുൽ ഗാന്ധി വന്നു നിന്നതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി നിന്നാലും അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത്തവണ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ എതിരാണെങ്കിൽ പോലും ആ മണ്ഡലത്തിൻ്റെ സവിശേഷത, സ്ഥലം ചാലക്കുടിയാണ്. തീർച്ചയായിട്ടും അതിൽ കയ്പമംഗലം ഒഴിച്ച് ബാക്കി 6 സെഗ്മെൻറ്റും മറ്റവരുടെ കോട്ടകളാണ്, UDF കോട്ടകളാണ്. അത് ശരിയാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ചാലക്കുടി എന്ന ലോക്സഭാ മണ്ഡലം UDF കോട്ടയായി തന്നെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്ന ആൾ അല്ലേ, അവിടുത്തെ പൾസ് അറിയാവുന്ന ആൾ. അപ്പോൾ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ സ്ട്രോങ് ബെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം MM സുബൈർ, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി. നമസ്കാരം.